വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള തനത് കലാരൂപങ്ങളൊക്കെ തന്നെയും ഈ ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്കിപ്പം അഖില CPM തന്നെ സരികയും ഇവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് രണ്ടുപേരും ഈ ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. എങ്ങനെയുണ്ട് വന്നിട്ട്? സൂപ്പറാണ്. ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. പക്ഷേ ഭയങ്കര രസമാണ്. നമ്മുടെ ഓണം അങ്ങ് തുടങ്ങുന്ന ആ വൈബ് അങ്ങ് കിട്ടി തുടങ്ങി. ഇനി 10 ദിവസം ആഘോഷം. സരിക വന്നപ്പോൾ തന്നെ എന്നോട് ചോദിച്ചത് എന്താ പറയാ, ഇനി ഇപ്പൊ വന്നു കഴിഞ്ഞാൽ പറയാനുള്ള സാധനങ്ങളൊക്കെ കിട്ടിയില്ലേ? പറയാനുള്ള സാധനങ്ങളൊക്കെ കിട്ടി. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരെക്കാൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷ തുടങ്ങാൻ കാട്ടിത്തരുന്ന ഞാനാന്ന് തോന്നുന്നു. കാരണം ഞാൻ കണ്ടിട്ടില്ലാത്ത തരം കലാരൂപങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്തൊന്നും അധികം ഇല്ലാത്ത രീതിയിൽ ഒരുപാട് കലാരൂപങ്ങളും അതിനുള്ള ആളുകൾ അവരുടെയൊക്കെ ഡാൻസും അവരുടെയൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് കാണും. പുലികളിടയിൽ നിന്ന് തുള്ളുന്നുണ്ടായിരുന്നല്ലോ, പുലികളിക്കിടയിൽ നിന്ന് തുള്ളുന്നുണ്ടായിരുന്നല്ലോ. ആവേശം കൈവിട്ടുപോയിട്ടുണ്ടോ സരിക? ഞാൻ നോക്കുമ്പോ ആ സൈഡിൽ നിന്നിട്ട് പുലി തുള്ളുന്നുണ്ട്, അതൊപ്പം തന്നെ സരികയും തുള്ളുവാണ് അല്ലേ? അതെ അതെ. പിന്നെ കൊട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റില്ല, നിലത്തില്ല. ഈ അഖിലയും ഒപ്പത്തിൽ താളം പിടിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു പൂരത്തിന്റെ ഒക്കെ ഒരു വൈബാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ നാട്ടിൽ നിന്ന് തിറയും പൂതനൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ കൂടെ കൂടിയപ്പോ ഒരു പൂരത്തിന്റെ വൈബ് കിട്ടി തുടങ്ങി. ഇനി ഓണാഘോഷം, ഓണം അങ്ങനെയാണ് വൈബൊക്കെ പിടിക്കും. കത്തി കയറാൻ പോവാണ്. ഇവിടുന്നാണ് തുടക്കം. ഇനി 10 ദിവസം ഗംഭീരം. ഞാനും ജെൻസി ആണ് എന്നുള്ള കാര്യം ശാമിലി മറക്കരുത്. ഞങ്ങളും ആ വൈബിൽ. പക്ഷെ റഹീം അങ്ങനെയല്ലാന്ന് മനസ്സിലായി. കാരണം സരിക അവരുടെ കൂടെ താളം പിടിക്കുമ്പോഴോ തുള്ളുമ്പോഴൊക്കെ റഹീമ പറയാണ് താളം പിടിക്കുന്ന തുള്ളുന്നതൊക്കെ. റഹീം ഒരു തന്ത വൈബിലേക്ക് മാറിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ ജെൻസികളാണ്, ഞങ്ങളൊക്കെ വൈബ് പിടിക്കും. അത്ര അങ്ങനെയല്ലേ, അത്ര വർണ്ണാഭമായ ഘോഷയാത്രയുടെ ഒരുക്കങ്ങളല്ലേ അവിടെ. ഇങ്ങനെയുള്ള പരിപാടികളെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഇവിടെ ഞാൻ ഇവരോട് പരമാവധി പറഞ്ഞത് നമ്മൾ പരമാവധി ആഘോഷിക്കുക, തുള്ളി തകർക്കുക എന്നുള്ളതാണ്. ആ ഒരു തുള്ളലിനും ആ ഒരു ആഘോഷത്തിനും ഒപ്പം തന്നെയാണ്. ഞാനിവിടെ വന്നപ്പോൾ തുള്ളിയാണെന്ന് തോന്നുന്നു. കാരണം നിൽക്കാൻ പറ്റാത്ത രീതിയിൽ തുള്ളി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഏതായാലും ഇനിയിപ്പോൾ അല്പസമയത്തേക്കും ഈ ഘോഷയാത്ര പുറത്തേക്ക് ഇറങ്ങും. ഇവിടെ ഇപ്പോൾ ലൈനപ്പ് തുടങ്ങിയിട്ടുണ്ട്. നിരവധി കലാകാരന്മാർ അവരുടെ കലാരൂപങ്ങളൊക്കെ ആയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് എത്രമാത്രം പുതുമ ഈ ഒരു ഘോഷയാത്രയിൽ കൊണ്ടുവരാൻ കഴിയുമോ ആ തരത്തിലുള്ള എല്ലാവിധ ഒരുക്കങ്ങളും, അതിപ്പോൾ കളറിലായിക്കോട്ടെ, അവർ കൊണ്ടുവരുന്ന കലാരൂപങ്ങളിലായിക്കോട്ടെ, അങ്ങനെ എല്ലാ വിധത്തിലും പുതുമ ഓരോ വർഷവും കൊണ്ടുവരാനാണ് ഇവിടെ എത്തുന്ന ഓരോ കലാകാരന്മാരും ശ്രദ്ധിക്കാറുള്ളത്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ ജില്ലകളിൽ നിന്നുമുള്ള കലാകാരന്മാരൊക്കെയും ഈ ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുട്ടി വാമനുണ്ട്, അതോടൊപ്പം തന്നെ കുട്ടി മാവേലിയുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ അവരുടെ കലാരൂപങ്ങളൊക്കെയായി തയ്യാറായി നിൽക്കുകയാണ്. ഇത് ഈ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അതിന്റെ ആവേശം ഒട്ടും കുറയാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഇവരെ കാണാൻ, ഇവരുടെ ഈ ആ ഒരു കലാരൂപങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാൻ നിരവധി ആളുകൾ പുറത്തുണ്ട്. കാരണം ഇങ്ങോട്ടേക്ക് എല്ലാവരെയും കൂടി കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ആളുകളെയൊക്കെ തന്നെയും ഇങ്ങോട്ടേക്ക് കടത്തിവിട്ടാൽ ഇവിടെ കൂടുതൽ സ്ഥലപരിമിതി ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ തരത്തിൽ പുറത്ത് നിരവധി ആളുകൾ നിൽക്കുന്നുണ്ട്. അവർക്ക് കാണാനായിട്ടുള്ള ഈ ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. അങ്ങനെ ഓരോരുത്തരും അവരുടെ ഓരോ വർണ്ണാഭമായ ഓരോരോ കലാരൂപങ്ങളുമായി തയ്യാറായി നിൽക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാവടിയുടെ ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ ചെണ്ടമേളമുണ്ട്. ചെണ്ടക്കാരൊക്കെ നേരത്തെ വലിയ രീതിയിൽ കൊട്ടി തകർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവരതാ കൊട്ടാരൊക്കെ റെഡിയായി നിൽക്കുകയാണ്. എവിടെന്നാ വരുന്നത്? തൃശ്ശൂർ. അപ്പൊ പുലികളിയുടെ നാടാണ്, ആവേശത്തിന് ഒട്ടും കുറവില്ലാത്ത നാടാണ്. ഈ ഒരു അത്തച്ചമയത്തിനും കുറവില്ല, അത്തച്ചമയത്തിന് ആവേശം കുറവില്ല. സൂപ്പർ പൊള്ളിയാണ്. എങ്ങനെയുണ്ട് ചേട്ടാ? ആദ്യമായിട്ടാണ് വരുന്നത്? അല്ല, 7 വർഷമായിട്ട് വരുന്നുണ്ട്. നിർത്താണ്ട് ഇപ്പൊ ഈ ഓരോ തവണയും വരുമ്പോ ഓരോ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാറില്ലേ? ഇത്തവണ എന്താണ് പുതുമ എന്താണുള്ളത്? ഞങ്ങളിപ്പോ തൃശ്ശൂർ പുലികളിയാണ് കൊണ്ടുവരുന്നത്. വിവിധ രൂപങ്ങളുണ്ട് തോന്നുന്നു. വിവിധ രൂപങ്ങളൊക്കെ അത് തന്നെയാണ്. കലാകാരന്മാരൊക്കെയും തയ്യാറാണ്. ഇവരെ കാണാനും കുറെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ചേട്ടാ എവിടെന്നാ വരുന്നത്? ഞങ്ങൾ നേർപ്പാറ അവിടെ അടുത്ത് തന്നെയാണ്. എല്ലാ തവണ ഈ അത്തച്ചമയം തൃപ്പൂണിത്തരക്കാർ മാറുന്ന വേറെ ആര് വരാനല്ലേ? തൃപ്പൂണിത്തരക്കാർ മാറുന്ന വേറെ ആര് വരാനാണ്? ആണ്. ഇനിയിപ്പോ ഇവിടെ നിങ്ങൾ ഓണത്തിന്റെ ആഘോഷങ്ങൾ തുടങ്ങും. ചേട്ടാ എവിടെന്നാ വരുന്നത്? നെട്ടൂരിന്നാണ്. ഇവിടുത്തെ തന്നെയാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഇത്തവണ അതൊരു ആഘോഷം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആഘോഷം സാധാരണ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ഫണ്ടൊക്കെ ഈ സർക്കാർ ഞാൻ മുഖ്യമന്ത്രിയുടെ അയൽവാസിയാണ്.
തീർച്ചയായും അപ്പൊ മൊത്തത്തിൽ കളറാണ്. കളറാണ്. എങ്ങനെയുണ്ട് മോളെ, എന്താണ് അവസ്ഥ, എന്താണ് ഇപ്പൊ കണ്ടിട്ടൊക്കെ എന്ത് തോന്നുന്നു? ആദ്യമായിട്ടാണോ വരാറുണ്ട്? ഓരോ വർഷമൊക്കെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ പുതുമയൊക്കെ കാണാറുണ്ടോ? ഇത്തവണ എന്താ കണ്ടത് കുറിച്ച്? പുതുമകളുണ്ട്, എല്ലാ വർഷത്തെക്കാളും ഒത്തിരി സാധനങ്ങൾ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്, കലാരൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേച്ചി എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഈ തൃപ്പൂണിത്തുറക്കാരൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എപ്പോഴും അല്ലേ? ഇത്തവണ എങ്ങനെയുണ്ട്, ആഘോഷമൊക്കെ തുടങ്ങിയോ? ആഘോഷം എല്ലാവരും തുടങ്ങി. അത് തന്നെയാണ്, ആളുകളും വൈബാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കാണാനെത്തിയവരും കലാകാരന്മാരും ഒക്കെ ഇങ്ങനെ വൈബായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. ഓളെ എവിടുന്നാ വരുന്നേ? ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട് നിന്നാ വരുന്നതാണ്. എങ്ങനെയുണ്ട്, കണ്ടിട്ട് എന്ത് തോന്നി? അടിപൊളിയോ? കൊച്ചിയിൽ അത്താഘോഷം അല്ല, കേരളത്തിൽ തന്നെ അത്താഘോഷം തുടങ്ങുകയാണ്. ഇപ്പൊ ഓണത്തിന്റെ വിളംബരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിന് പറയാല്ലേ? അതെ അതെ. കണ്ടിട്ട് എന്താ പറയാ, മൊത്തത്തിലൊന്ന് പറഞ്ഞ് എന്ത് പറയും? അടിപൊളിയോ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി കാണുന്നത്. എന്റെ അനിയൻ ഈ സ്കൂളാണ് പഠിക്കുന്നത്. അപ്പൊ അതും കൂടി കണക്കാക്കിയാണ് വന്നത്. അതെ അതെ. എങ്ങനെയുണ്ട് ചേച്ചി മൊത്തത്തിൽ കണ്ടിട്ട്? അടിപൊളി, വിചാരിച്ചതിനേക്കാളും അടിപൊളിയാണ്. ആദ്യമായിട്ടാണ് കാണുന്നത്? ആദ്യമായിട്ടാണ്.